മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-ന്. നേരത്തെ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഫോമുകൾ തിരികെ ഡിസംബർ 11 വരെ തിരികെ നൽകാം. നേരത്തെ ഡിസംബർ 4-ന് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 14-നാണ്. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നു. ഫൈസൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടിയിരിക്കുന്നു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-നായിരിക്കും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ്. SIRന്റെ സമയപരിധി നീട്ടിയിരിക്കുകയാണ്. വളരെ കാലങ്ങളായി ഈ BLOമാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അത് പ്രാവർത്തികമായി പുറത്തു വന്നിരിക്കുന്നത്. സമയപരിധി നീട്ടി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-നായിരിക്കും. നേരത്തെ ഇത് ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത് ഫോമുകൾ തിരികെ ഡിസംബർ 11 വരെ ഫോമുകൾ തിരികെ നൽകാം. നേരത്തെ ഡിസംബർ 4-ന് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരുന്നത്. അതായത് ഈ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത് ഡിസംബർ 4-നുള്ളിൽ പൂരിപ്പിച്ച് തിരികെ നൽകണമെന്നാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സമയപരിധി ഡിസംബർ 11-ന് എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിച്ച തിരികെ നൽകാമെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഫെബ്രുവരി 14-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ BLOമാരുടെ സമ്മർദ്ദമൊക്കെ വലിയ രീതിയിലുള്ള സമ്മർദ്ദമായിരുന്നു. കാരണം എത്രയും വേഗം ഈ എന്യൂമറേഷൻ ഫോമുകളൊക്കെ വിതരണം ചെയ്ത ഇത് തിരിച്ചേൽപ്പിക്കണം എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം BLOമാർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമ്മർദ്ദം BLOമാർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയേണ്ടി വരും. കാരണം SIRന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 14-നായിരിക്കും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഡിസംബർ 11-നാണ്. നേരത്തെ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൻ്റെ സമയപരിധി നീട്ടി ഡിസംബർ 16-നായിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഡിസംബർ 11 വരെ ഈ ഫോമുകൾ തിരികെ നൽകാം. നേരത്തെ ഡിസംബർ 4-ആയിരുന്നു ആ തീയതി. ഇതിപ്പോൾ ഡിസംബർ 11 വരെ ഫോമുകൾ തിരികെ നൽകാമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ BLOമാരുടെ സമ്മർദ്ദം, ആത്മഹത്യ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു. അതിന് പിന്നാലെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങിയിരിക്കുന്നത് തന്നെയാണ് പറയേണ്ടി വരുന്നത്. അതായത് ഡിസംബർ 16 വരെ കരട് വോട്ടർ പട്ടിക ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഡിസംബർ 11-നായിരിക്കും എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. ഫെബ്രുവരി 14-നാണ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് ഒരാഴ്ച കൂടി സമയം നീട്ടി നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. അരുണിമ, ശരി, വ്യക്തമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടിയിരിക്കുന്നു. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ 16-നായിരിക്കും. നേരത്തെ ഡിസംബർ 9-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഫോമുകൾ തിരികെ ഡിസംബർ 11 വരെ തിരികെ നൽകാം. നേരത്തെ ഡിസംബർ 4-ന് പൂരിപ്പിച്ച ഫോമുകൾ തിരികെ നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഫെബ്രുവരി 14-നാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.